വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സമരം ശക്തമാക്കി SFI. തിരുവനന്തപുരത്ത് നടക്കുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാവ്യവൽക്കരണ അജണ്ടയെ ഇതുവരെയും ഇടതുപക്ഷം പ്രതിരോധിച്ചിട്ടുണ്ടെന്നും ഇനിയും പ്രതിരോധിക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുക, ഭിന്നശേഷി കുട്ടികൾക്കടക്കം നൽകേണ്ട തുക നൽകാത്ത കേന്ദ്ര നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFIയുടെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം. മിസ്റ്റർ മോദി കേരളത്തിലുള്ളതും കുട്ടികളാണ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സമരം. തിരുവനന്തപുരത്ത് നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിലവിലെ വിദ്യാഭ്യാസ രീതിയിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഒരു വർഗീയതയെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള മാറ്റമുണ്ടാകില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതുപോലെ തന്നെ അശാസ്ത്രീയമായ നിലപാടുകളെയും എല്ലാം ഇവിടെ പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ പഠിപ്പിക്കാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ. ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു വർഗീയതയെ അടിസ്ഥാനപ്പെടുന്ന പാഠ്യപദ്ധതിയും കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ തരത്തിലുള്ള തെറ്റായ നിലപാടുകളെയും ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാവ്യവൽക്കരണത്തിന്റെ അജണ്ടയെ ഇതേവരെ പ്രതിരോധിച്ചിട്ടുണ്ട്, ഇനിയും പ്രതിരോധിക്കുക തന്നെ ചെയ്യും, നാളെയും അത് തന്നെയാണ്. 3 ഘട്ടങ്ങളിലായാണ് SFI കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജില്ലാതലങ്ങളിലും പിന്നീട് രാജ്ഭവനിലേക്കും മാർച്ച് നടത്തും. ഇതിനൊപ്പം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് 1 ലക്ഷം മെയിലും അയക്കും. AISF, കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്റ്റുഡൻസ് യൂണിയൻ സംസ്ഥാന ഭാരവാഹികൾ പരിപാടിയിൽ പങ്കെടുത്ത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.